എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ് ബസൂക്ക. മമ്മൂക്കയുടെ ബസൂക്ക എന്ന് വരും എന്നുള്ളതാണോ അതോ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ എപ്പോൾ വരും എന്നുള്ളതാണോ അറിഞ്ഞൂടാ. 5 മണിക്ക് എന്തായാലും സംഭവം അനൗൺസ്മെന്റ് എത്തും എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും മിക്കവാറും റിലീസ് ഡേറ്റ് തന്നെയായിരിക്കും. കാരണം 14-ാം തീയതി അടുത്തോണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും മാറ്റി എന്ന് പറഞ്ഞിട്ട് പിന്നെ പുതിയ റിലീസ് ഡേറ്റ് ആയിരിക്കാനാണ് ചാൻസ്. വിളംബരം നടത്തണം. നീണ്ടു പോവുകയാണെങ്കിൽ ട്രെയിലർ ഇട്ടിട്ട് കാര്യമില്ല. അതൊരു മറ്റൊരു വിഷയം. പോയിന്റ് ആണ് ഞാൻ പറയണതൊക്കെ പോയിന്റുകളാണ്. എടുത്തോ ഫുൾ പോയിന്റ് ആണ്. അപ്പൊ എന്തായാലും റിലീസ് ഡേറ്റ് തന്നെയായിരിക്കും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ റൂമർ റിലീസ് ഡേറ്റ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, എന്തായാലും ബസൂക്ക നമ്മുടെ ഡീനോ ഡെന്നീസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഗെറ്റപ്പിൽ വ്യത്യസ്തമായ ഒരു സ്റ്റൈലിഷ് പരിപാടി. പിന്നെ മലയാളത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ജോണറാണ്. അതായത് ഗെയിം ചേഞ്ചർ. ഗെയിം ത്രില്ലർ. ഗെയിം എന്ന് വന്ന അപ്പം മനസ്സിൽ വരുന്നത് ഇപ്പൊ ഗെയിം ചേഞ്ചറാണ്. അതാണ് ഗെയിം. അത് വല്ലാത്ത ചേഞ്ചാണ് വരുത്തിയത്. ഭയങ്കര അനുഭവമായിരുന്നത് സിനിമ. അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഭയങ്കര ചേഞ്ച് വരുത്തിയതായതുകൊണ്ട് അത് അങ്ങനെ വരുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. സോറി, മനസ്സിൽ പേടി ഉണ്ടായിണ്ടാവില്ലേ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറഞ്ഞപ്പോ. അതല്ല ഇത് ഗെയിം ത്രില്ലർ. ഓക്കെ, അപ്പോൾ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. എന്താണെങ്കിലും നോക്കാം. സമയമായിട്ടുണ്ട്. എന്തായാലും നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വിട്ടോ. വണ്ടി എടുത്തോ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാം. മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടിയിലേക്ക് പോകാം. മുൻപിലത് വന്നിട്ടില്ല. 5 മണി കഴിഞ്ഞു. മമ്മൂക്ക ഇട്ടിട്ടില്ല സുഹൃത്തുക്കളെ. വീണ്ടും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതായത് സരിക മാത്രം യൂട്യൂബിലിട്ടു അവരുടെ ഇതിൽ വന്നു. പക്ഷെ അതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് മമ്മൂക്ക് ഇടാത്തത് എന്താണാവോ? കാരണം അത് 2 സിനിമ അടുപ്പിച്ച് വരുന്നു എന്നുള്ളൊരു സംഭവം കൊണ്ടും അങ്ങനത്തെ ഒരു ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരുന്നു. ഇതിപ്പോ മാത്രല്ല വർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിപ്പോ ടൈം ഉണ്ടല്ലോ. ഇതിപ്പോ വൈ സരിഗമ്മന്റെയിലേക്ക് പോയോക്കണോ? അങ്ങനെ പോക്കാം. പക്ഷേ അങ്ങനെ പോയി നോക്കാം. അങ്ങനെ പോക്കാന്ന് സരിഗമ്മ മലയാളം. ഓ മോനെ ഒമ്പോ കിടല സാധനം കേട്ടോ. ഇത് ഇവര് മാത്രം ഇട്ടിട്ടുള്ളൂ. അപ്പൊ സരിഗമ മാത്രം ഇട്ടിട്ടുണ്ടാവുള്ളൂ. നമുക്ക് എന്തുകൊണ്ട് ഇട്ടില്ല? അത് ഇത്ര അടിപൊളി ഒരു സാധനം. എന്റെ മോനെ ലുക്കില് ലുക്ക്. എന്താ ലൊക്കേഷൻ, എന്താണ് ആ വണ്ടി, എന്താണ് ഷെവർലെറ്റ്. ഷൂട്ടിലൊക്കെ ഫുൾ ലുക്ക്. എന്റെ പൊന്നെ. ഏപ്രിൽ 10 അപ്പോ സിനിമ റിലീസിനെത്തും. ഏപ്രിലാണല്ലേ. ഇനി ഒരു 1.5 മാസം കിടക്കുകയാണ്. അതെ, 1.5 മാസമല്ല 2 മാസം തന്നെ തികച്ചു പറയാം. ഗുഡ് ബാഡ് അഗ്ലി 10-ാം തീയതി ഏപ്രിൽ 10 അല്ലേ? അത് ഗംഭീരമായിട്ടോ. ഭീകര ക്ലാഷ് ആണല്ലോ ശരിക്കും. മമ്മൂക്കയും അജിത്തും തമ്മിൽ അവിടെ സ്റ്റൈലിഷ് ലുക്കിലാണ്, ഇവിടെ സ്റ്റൈലിഷ് ലുക്കിലാണ്. അമ്പോ. ഓക്കെ, യൂഡ്ലി ഫിലിംസും സരിഗമയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. സംഭവം ഗെറ്റ് റെഡി ഫോർ എ മൈൻഡ് ബൈൻഡിങ് റൈഡ് ലൈക്ക് നെവർ ബിഫോർ. ഓ മൈ ഗോഡ്, ഒരു സാധനം കേട്ടോ. അടിപൊളി ലുക്കാണ്. പിന്നെ അതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ സൂപ്പറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. അതായത് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലൂ ഒക്കെ കാണുന്നുണ്ടല്ലേ, ചെറിയൊരു ഷെയ്ഡ് പോലെ. വണ്ടീന്റെ കളർ അങ്ങനെ ആയതുകൊണ്ട് അതായത് ബ്ലാക്കും വൈറ്റും ആണ് കൂടുതൽ. പോസ്റ്റർ കളർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒഫീഷ്യൽ ടീസർ വന്നപ്പോഴേ അതിലുണ്ടായിരുന്നില്ല ആ ഒരു വണ്ടി ഇങ്ങനെ വരുന്നതും ഒരു ഏതോ സിമെന്റ് ഫാക്ടറി അവിടെ തന്നെയാണ്. അതിന്റെ പുറത്താണെന്ന് സംശയം. എന്താ ലുക്കില്. ഇത് ഒഫീഷ്യൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇത് വിശ്വസിക്കൂല. ഫാൻമേഡാന്ന് പറയുള്ളൂ. കാരണം ഒക്കെയാണ് പറയാ അമ്മാതിരി ലുക്കാണ്. കാരണം നമ്മളിങ്ങനെ ഫാൻസ് ഒക്കെ ആഗ്രഹിക്കുമല്ലോ ഇങ്ങനത്തെ ലുക്കിൽ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുമല്ലോ, അതുപോലെ സാധനം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മമ്മൂക്ക എന്താടാ നീ വീണ്ടും റിലീസ് ഡേറ്റ് മാറ്റുമെന്ന്? അങ്ങനൊന്നും ഉണ്ടാവില്ല. നമുക്ക് നീ ഫേസ്ബുക്കിൽ ഇട്ടാണാവോ? അത് നോക്കാം. അതും നോക്കാം.
ഓ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്റെ കളി ഇപ്പോഴും ഫേസ്ബുക്കിൽ തന്നെയാണ്. മമ്മൂക്ക ഓക്കെ. വെറുതെ അല്ല. മമ്മൂട്ടി കമ്പനി ആണെങ്കിലല്ലേ ഇൻസ്റ്റയിൽ ഇടാറുള്ളൂ. അത് അറിയാൻ പറ്റില്ല. അപ്പൊ മമ്മൂട്ടി കമ്പനി സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ലോ? ഉണ്ടാവുമല്ലോ. കമ്പനി ഇട്ടുണ്ടോ ആവട്ടെ, ഒരു സ്റ്റോറി ഇട്ടുണ്ടാവുള്ളൂ ഇൻസ്റ്റയില് മമ്മൂട്ടി കമ്പനി ആവട്ടെ. മമ്മൂട്ടി കമ്പനി ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എല്ലായിടത്തും ഇത് വേണ്ടല്ലോ എന്ന് എഴുതിയിട്ടായിരിക്കും. മമ്മൂട്ടി കമ്പനി ഇപ്പൊ ഇട്ടിട്ടുള്ളൂ. ഇവരെ കിട്ടിട്ടിട്ട് വരുന്നുള്ളൂ കേട്ടോ. ശരി, ചെറിയ സമയം കൊടുക്കും. അധികം വെച്ച് വെക്കണ്ട, മേടിക്കേണ്ടി വരും. എല്ലാരും ഇങ്ങനെ ഓണായി വരുന്നുള്ളൂ. എന്തായാലും ഇന്ന് കത്താനുള്ള സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലുക്ക് ആ ഒരു സാധനം നമ്മൾ ആ ടീസറിൽ കണ്ടതാണ്, ഈ ഒരു ലുക്കിൽ വരുന്നത്. പക്ഷെ ഇത്രയും അടിപൊളിയായിട്ട് നിക്കുന്നത് ഗംഭീര സാധനം അല്ലേ. നമ്മൾ പറഞ്ഞത് എഡിറ്റിംഗ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഫാൻ മെയ്ഡ് പോലെയാണ്. അത് ഒരു മോശം സാധനത്തിന് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അതെ അതെ, ഇതങ്ങനെയല്ല, ഇത് ഭയങ്കര ഗംഭീരമായതുകൊണ്ടേ. ഇത് ഒരുപാട് അടിപൊളി ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് നമ്മൾ കാണാറുണ്ട് പല സിനിമേന്റെ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് കേട്ടോ പറഞ്ഞത്, അല്ലാണ്ട് മോശമായിട്ടല്ല പറഞ്ഞത്. അത് അത്രയും സ്റ്റൈലിഷ് ലുക്ക് നമ്മുടെ ഒരു നായകനെ കാണുന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അങ്ങനെ കിട്ടാറില്ല. അതെ, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവുള്ളൂ വെച്ചിട്ട് ചെയ്യണത്. മമ്മൂക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അതുള്ളൂ ഒരു കമന്റ്, മെൻ ഇൻ ബ്ലാക്ക്. ഓ അത് സത്യം കേട്ടോ. ബ്ലാക്കില് വന്നു കഴിഞ്ഞാ അതൊരു തീപ്പൊരി ലുക്ക് തന്നെയാണ്. ഒരുപാട് തവണ റിലീസ് മാറ്റി, ഇനിയും മാറ്റുമോ? അതൊരു ചോദ്യം. ആദ്യം തന്നെ ആ ചോദ്യമാണോ ചോദിക്കുന്നത്? ഞാൻ ചെറിയൊരു ടെൻഷനിലായിരുന്നു, അതായത് മമ്മൂക്ക ഇടാത്തതുകൊണ്ടേ ഇനിയും മാറ്റുമോ. ഇപ്പൊ ഏതാണ്ട് എല്ലാവരും ഇട്ടു കേട്ടോ. മറ്റേത് സരിഗമയും യൂഡ്ലി ഫിലിംസും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് മമ്മൂട്ടി കമ്പനി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, മമ്മൂക്ക ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇതിലെ ടീം ആരും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഒരാളും. അത് അവർക്ക് ആർക്കും താല്പര്യമില്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാരും മനഃപൂർവ്വം അങ്ങ് അവോയ്ഡ് ചെയ്തത്. ഇത് പിന്നെ എല്ലാരും ചെയ്യും. മോനെ ഗംഭീരം, വാവ്, സീന് തിജിന്റെ കട്ട, സ്വാഗ് ലെവൽ, സത്യം കേട്ടോ. അമ്മാതിരി സ്വാഗാണ്. ഏതാ നൃത്തം? കമന്റ്സ് ഒക്കെ വരുന്നുള്ളൂ. ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മളിങ്ങനെ ഒന്നും കൂടി മമ്മൂട്ടി കമ്പനീൻ്റെ എടുത്തിട്ട് നമ്മുടെ ആ ഫസ്റ്റത്തെ സാധനം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വന്നിട്ടില്ല. അത് ഒരു ഞെട്ടലോടെ ഉള്ള സാധനം. ആ സാധനം ഒന്നും കൂടി ചെയ്യണം ശരിക്കും. അത് മാത്രം ഒന്നൊന്നര ഐറ്റം സാധനം. അതാണ് ഇത് മമ്മൂക്ക കമ്പനി മമ്മൂട്ടിന്റെ അകത്ത് കാണാനില്ല, മമ്മൂട്ടിയുടെ പേജിൽ കാണാനില്ല. അപ്പൊ അത് ഇല്ലേ, അതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ വന്ന സംഭവം. ഇത് വേറെ ലെവലായിരിക്കും. ഇതാണ് വേണ്ടത്. എമ്പുരാന് ഭീഷണിയാണ്. ഒരു ഭീഷണിയില്ല. മാർച്ച് 27-നാണ് എമ്പുരാൻ കഴിഞ്ഞിട്ടാണ് മാർച്ച് ഏപ്രിൽ 10-നാണ് ഇത് വരാൻ. ചെറിയൊരു മാറ്റമുള്ളൂ. അത് അതേപോലെ തന്നെയായിരുന്നു മറ്റേ സിനിമ 2019-ലും. ലൂസിഫറും മധുരരാജ. ലൂസിഫർ മാർച്ച് 28-നായിരുന്നു തോന്നുന്നു. അതായത് മാർച്ച് ഏപ്രിലായിരുന്നു മമ്മൂക്ക മറ്റേ മധുരരാജ റിലീസ് ചെയ്തത്. അങ്ങനെ തന്നെയായിരുന്നു. അതൊന്നും അങ്ങനെ ബാധിക്കൊന്നുമില്ലോ. അല്ലാണ്ട് നല്ല ടൈം ഇങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ സന്തോഷത്തിലാണ്. ഏപ്രിൽ 10-ന് ഇവരെല്ലാരും മറന്നുപോയൊരു സംഭവം ഉണ്ടെന്ന്. ഗുഡ് ബാഡാക്കിടി വരും എന്നുള്ള കാര്യം. സത്യം. ഈ ലുക്കിന്റെ മുന്നിൽ ആ കാര്യം വിട്ടുപോയതാണോ? ഗുഡ് ബാഡാക്കിളി അതാണെങ്കിൽ സാധാരണ അജിത്ത് സിനിമയുടെ ഹൈപ്പ് അല്ല. അതിനെ കുറച്ച് നല്ല കൂടുതൽ കൊടൂര ഹൈപ്പ് ഉണ്ട്. വിടാമുറിച്ചൊക്കെ സാധാരണ ഒരു തണുത്ത മട്ടായിരുന്നു. അതുപോലെ അല്ല മറ്റേത്. കാരണം അതിന്റെ ലുക്ക് തന്നെ വേറെ ലുക്കിൽ വന്നതും, പിന്നെ ആ സ്റ്റൈലിഷ് ലുക്കിലുള്ള പരിപാടിയും, പിന്നെ നെഗറ്റീവ് ക്യാരക്ടർ, നെഗറ്റീവ് ഷെയ്ഡ് അജിത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അതിന് തന്നെ ഭീകര ഹൈപ്പാണ്. എന്താണെങ്കിലും പേടിക്കാന്നല്ല, കേരളത്തില് പിന്നെ അങ്ങനത്തെ ഒരു സംഭവം നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. മറ്റു സ്ഥലങ്ങളിലേക്ക് അതായത് പാൻ ഇന്ത്യൻ ആയിട്ട് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെയാണ് ബാധിക്കുക. കഥ പറയാൻ വന്നവനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിച്ച പടം, നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല ബായ്. ഏപ്രിൽ 10 ഗെയിം ത്രില്ലർ പടം മമ്മൂക്ക. ബസൂക്ക ലോഡിങ്. കറക്റ്റ് ഡേറ്റ് വിഷു, അപ്പോൾ പൊളിക്കും. താങ്ക് യു. മാർച്ച് 27-ന് വെക്കുന്നു ക്ലാഷ്. അയ്യോ കൊള്ളാം.
പറയാൻ പലതും തോന്നുന്നുണ്ട്, പറയുന്നില്ല. നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത റോളൊന്നും ഇല്ല. പിന്നെ തീയാണ്, അത് നമുക്കറിയാം, ഈ ആജാതി സാധനമാണ്, അതെന്തായാലും കത്തുന്നുള്ള കാര്യം, ഇന്നത്തെ ദിവസം അത് കത്തിക്കും എന്നുള്ള കാര്യം. സാധാരണ ഒരു സിനിമക്ക് ഇതുപോലത്തെ ഒരു ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റിനൊക്കെ ഒരു നല്ല പോസ്റ്റർ തിരഞ്ഞെടുക്കുമ്പോഴേ ഒന്നോ രണ്ടോ ഒക്കെ നല്ലത് കിട്ടിയേക്കാം. പക്ഷെ വീണ്ടും അടുത്തത് ഇനി മാറ്റാൻ പോകുന്നു, അടുത്ത പുതിയൊരു പോസ്റ്റർ എന്ത് എന്നുള്ളതൊരു വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. എന്നാൽ ബസ്ബുക്കിയുടെ കാര്യത്തിൽ അതില്ല, എല്ലായിടത്തും കീടില സംഭവങ്ങൾ, കീടില സാധനങ്ങൾ. അതായത് പക്ക എന്താ പറയാ, എന്തായാലും പറയാ, കീടില ലുക്കിലുള്ള വീഡിയോ തന്നെയാണ് അന്ന് അവർ ഇറക്കിയിട്ടുണ്ട്. അത് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര പോസ്റ്റർ ഉള്ളതുകൊണ്ടെന്ന് അതിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. അതായത് ഫുൾ ആളിതില് സ്റ്റൈലിഷ് ലുക്കിലാണ് വരുന്നത് ടോട്ടലി. അതുകൊണ്ട് തന്നെ എവിടെ ഫ്രെയിം വെച്ചാലും അത് ഇതുപോലെ ഇരിക്കും, കിട്ടുന്നതൊക്കെ മികച്ചതായിരിക്കും. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. അപ്പം ഏപ്രിൽ 10 സാധനം എത്തും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.